എനിക്ക് ഉള്ളി ഒന്ന് പൊളിച്ചാ എനിക്ക് കറി താളിക്കണം. എന്തിനമ്മ കറിയൊക്കെ കിടന്ന് ലാളിക്കണത്? ലാളിച്ച കറി ഒന്ന് വായി വെച്ച് തിന്നാൻ പറ്റാത്ത അവസ്ഥയായിപ്പോ. തമാശ പറയല്ലേ? എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടാണോ? താളിക്കുക, ലാളിക്കുകയല്ല. താത്ത താളിക്ക മനുഷ്യന് മരുന്നവണ ഭാഷയിലൊക്കെ പറയണം. തിന്നോണ്ടിരിക്കാതെ ഉള്ളി ഒരിച്ചേരാൻ. അമ്മ തിന്നാന്ന് പറഞ്ഞാൽ അങ്ങനെ പുച്ഛിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ആഹാരം കഴിക്കാന്ന് പറഞ്ഞാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാരിച്ച പണിയാണ്. അല്ലേ അല്ലേ? ആണെന്ത് സംശയിക്കണം? ഈ ലോകത്തിലെ കണ്ടമാന ആൾക്കാരൊക്കെ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കണത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ജീവൻ നിലനിർത്താൻ നമുക്ക് എന്തുവാണ് വേണ്ടേ? ആഹാരം വേണം. അതല്ലേ ഞാനും ചെയ്യണുള്ളൂ. ഈ വായിലെ നാക്കില്ലായിരുന്നു ഇവിടെ പണ്ടേ ആൾക്കാർ അടിച്ചു കൊന്നേനെ. എന്തൊരു സാധനപ്പനെ. നിന്റെ മുഖത്ത് ഒരുപാട് മൂക്കുരുവല്ലോ. ഈയിടെയായിട്ട് ഒന്നേ ഈ ഇടയ്ക്കേട്ടാ ഉള്ള എണ്ണ പലഹാരം മൊത്തം കഴിച്ച കുരു വരാതിരിക്കുവോ? ചുമ്മാതല്ല, എണ്ണ പലഹാരം കഴിച്ചു കഴിഞ്ഞാലേ മൂക്കുരു വരും. എന്റെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ മൂക്കുരുവല്ലായിരുന്നു. അന്ന് ഇഷ്ടം പോലെ എണ്ണ പലഹാരം കഴിക്കുമായിരുന്നു ഞാൻ. ഇപ്പോഴും കഴിക്കും. ഇതുപോലെയാണ് ഞാനും. എങ്ങനെ മൂക്കുരു വരണമെന്ന് പറഞ്ഞ ആഹാരം ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റൂല. മണി ചായ. ചായക്കാരൻ വിളിക്കും. ഇടി ഇങ്ങേർക്ക് പണ്ട് ഈ ചായ കുടിക്കുന്ന ശീലമൊന്നും ഇല്ലായിരുന്നല്ലോ. ആ ശീലം അമ്മ ഉണ്ടാക്കി എടുത്തതാണ്. അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചായ ഉണ്ടാക്കി കുടിക്കുമല്ലോ. അപ്പൊ അത് അച്ഛനും കൂടെ കൊടുത്ത് ശീലിപ്പിച്ച്. ഇപ്പൊ അമ്മ ആ ശീലം നിർത്തി. പക്ഷെ അച്ഛൻ അഡിക്റ്റായി. ചേട്ടന് ചായ എടുക്കട്ടാ? എനിക്ക് ചായ നല്ല കടുപ്പത്തിൽ മധുരം കൂട്ടിയൊരു ചായ. കൊള്ളാം. എല്ലാരും ഇങ്ങനെ തന്നെയല്ലേ? മണി, നീ ഇങ്ങോട്ട് അടുത്ത് വാ. മണി ഇങ്ങോട്ട് വാ. പിന്നെ നമുക്ക് അളി എപ്പോ വന്നു? എന്തോ? അല്ല, മണിക്കൂട്ട എപ്പോ വന്നു? മണിക്കൂട്ട എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറെ കാലം വയലിയാ. എന്ന് പോണു? എന്ന് പോണെന്നോ? അതിപ്പോ തീരുമാനിച്ചിട്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകും. എന്താ? അല്ല, ഞാൻ മണിക്കുട്ടിയാണെന്ന് വിചാരിച്ചു. അല്ല, പുറമേ പരുക്കനാണെങ്കിലും അളിയന്റെ ഉള്ളിന്റെ ഉള്ളില് കാമുഹൃദയം ഒളിഞ്ഞിരിക്കുന്ന കാര്യം എനിക്ക് പിടികിട്ടി. ആ, മോള് വന്നു. കുഞ്ഞ് രാവിലെ പ്രാക്ടീസിന് പോയതാ. മോളെ റിങ്കി അളിയ, അവളെ എന്തോ ദിവാസ്വപ്നം കൊണ്ട് പോവാ. ദിവാസ്വപ്നം? എന്തോ അളിയ പറയുന്നത്? നോക്കിയ അളിയ. അതെ, വിളിച്ചിട്ടും കേട്ടില്ലല്ലോ. നമ്മള് വിളിച്ചിട്ട് അവളൊന്ന് തിരിഞ്ഞു. എന്നെ വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നോ? വിളിച്ചില്ലായിരുന്നല്ലേ? എനിക്ക് തോന്നിയതായിരിക്കും. അല്ല, ഞാൻ എന്തിനാ ഇങ്ങോട്ട് പോയത്? ഞങ്ങൾ വിളിച്ചൊന്നും കേട്ടില്ല. അവൾ അങ്ങ് പോവാണ്. പെണ്ണീ ലോകത്തൊന്നും അല്ലടിയാ. അളി എന്തോ നീ പറയണേ? ഈ പ്രായത്തിൽ പെണ്ണുങ്ങൾ ഇങ്ങനെ ദിവാസ്വപ്നം കൊണ്ട് നടക്കുന്ന അത്ര ശരിയായ കാര്യമില്ലടിയാ. എന്ന് വെച്ചാ അവള് വല്ല ഏടാകൂടത്തിൽ ചെന്ന് ചാടി കാണുവന്ന്. എന്തോന്നല്ലേ ഏടാകൂടോ? മുഴുവൻ അവള് വല്ല പ്രേമത്തിൽ ചെന്ന് ചാടി കാണുവന്ന്. പ്രേമോ? അളിയാ, അനാവശ്യം പറയല്. അവരങ്ങനത്തെ കുട്ടികളൊന്നുമില്ല. ഞാൻ അങ്ങനെയല്ല അവരെ വളർത്തണം. വളർത്തുകൂടോ പറഞ്ഞോണ്ട് നടന്നു. അതെ, ഈ പ്രായത്തുള്ള പെൺപിള്ളേരുടെ മനസ്സെന്ന് പറഞ്ഞാൽ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ. ഒന്ന് ഇങ്ങോട്ടോ ഒന്ന് അങ്ങോട്ടോ മറിഞ്ഞു കഴിഞ്ഞാൽ വീണ്. എന്തോ പറയുന്നേ?